السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. ഈ ചാനലിൽ കൂടി ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, മഹത്തായ ബറാഅത്ത് രാവിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈലത്തുൽ ബറാഅ എന്നും ലൈലത്തുൽ മുബാറക എന്നും ലൈലത്തുൽ റഹ്മ എന്നുമൊക്കെ പേരുള്ള ഈ രാത്രിയിൽ ലൈലത്തുൽ ബറാഅ എന്ന് പറഞ്ഞാൽ മോചനം നൽകുന്ന രാവ് എന്നാണ് അർത്ഥം. അഥവാ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും പാപമോചനം നൽകുകയും ചെയ്യുന്ന രാവാണ്. ഒരിക്കൽ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ കിടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ, ഈ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി ബിബി ആയിഷ റളിയല്ലാഹു അൻഹ പിന്നിൽ കൂടെ ചെന്നു നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീഇൽ വെച്ചുകൊണ്ട് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽപോട്ട് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അല്പനേരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്ക്, അത് വളരെ ഗൗരവത്തോടു കൂടി നാം ഒന്ന് മനസ്സിലാക്കുക. ഈ രാത്രികളെ വലിയ മഹത്വമാണ് നിബിതങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ളത്. കുന്നോളം തെറ്റുകളിൽ മുങ്ങിക്കിടക്കുന്ന നാം സാധാരണ കിടന്നുറങ്ങും പോലെ ഉറങ്ങാതെ അല്പസമയമെങ്കിലും ഇബാദത്തെടുക്കാൻ വേണ്ടി ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ സന്നദ്ധരാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിബി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതെന്ന് നോക്കാം. ഞാനിവിടെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വരികയും ഇത് ശഅബാൻ 15-ാം രാവാണെന്നും അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് പാപമോചനം നൽകുന്ന ബറാഅത്ത് രാവാണെന്നും ഇന്നത്തെ ദിവസം കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാളും കൂടുതൽ അല്ലാഹു പാപമോചനം നൽകുമെന്നും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജന്നത്തുൽ ബഖീഇൽ ചെന്നുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോയതാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാത്രി വളരെ അധികം പാപമോചനം അല്ലാഹു തആല നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രാത്രിയിൽ വളരെ മഹത്തായ പല ദിക്റുകളും ചൊല്ലാനുണ്ട് എന്ന് ഇതോടൊപ്പം നാം ഓർക്കണം. ആ ദിക്റുകളും ദുആകളും ഒക്കെ അടുത്ത വീഡിയോയിലായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഊഴമായതുകൊണ്ട് നബിതങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് സമ്മതം ചോദിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ പോയി ഒരു കുറേ സമയം സുജൂദിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അഊദു ബിഅഫ്വിക മിൻ ഉഖൂബതിക വഅഊദു ബിറിളാക മിൻ സഖതിക വഅഊദു ബിക മിൻക ജല്ല വജ്ഹുക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഒരു തെറ്റുകൾ പോലും ചെയ്യാതെ എല്ലാ തെറ്റുകളിൽ നിന്നും സംരക്ഷിച്ച പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് അവന്റെ ശിക്ഷയെ സംബന്ധിച്ച് കാവൽ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ, എത്രയോ തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന നാം നിർബന്ധമായും അല്പസമയമെങ്കിലും ഈ രാത്രി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ മനസ്സ് കാണിക്കണം. ഈ രാത്രിയിൽ ചെല്ലാനുള്ള ദിക്റുകളെങ്കിലും പരിപൂർണമായി ചെല്ലാൻ നാം സമയം കണ്ടെത്തണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്.
ഈ മഹത്തായ രാവെന്ന് പറയുന്നത് വളരെയധികം പവിത്രതയുള്ള രാവാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ബറാഅത്ത് രാവെന്ന് പറയുന്നത് എല്ലാ വിധിക്കപ്പെടുന്ന കാര്യങ്ങളും കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ച് മലക്കുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്ന രാത്രിയാണിത്. കഴിഞ്ഞ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ കർമ്മങ്ങളും അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന രാത്രിയാണിത്. അടുത്ത് വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള ജനനവും മരണവും എല്ലാം കണക്കാക്കി ഏൽപ്പിക്കപ്പെടുന്ന ദിവസമാണ് ഈ ബറാഅത്ത് രാവ്. അത്രയും മഹത്വമുള്ള ബറാഅത്ത് രാവിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വരുന്ന വർഷത്തേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്ന ഈ ബറാഅത്ത് രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറായ ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോയിൽ ബാക്കിയുള്ള ദിക്റുകളും ദുആകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.